ഗുഡ് ഈവനിങ്. വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് സോൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ജസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ ഫീഡുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇപ്പോ കേരള പി എസ് സി എന്ത് ആനുവൽ കലണ്ടർ, അതായത് എക്സാമിന് വേണ്ടിയിട്ട് എന്താ ആനുവൽ എക്സാം കലണ്ടർ എന്താ പി എസ് സി പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോ ഇനിയിപ്പോൾ എന്താ അത് നോട്ടിഫിക്കേഷൻസിനും കൂടി എന്താ അതേപോലെ ഒരു എക്സാം കലണ്ടർ പ്രസിദ്ധീകരിക്കണം എന്നാണ് ഇപ്പോഴത്തെ ഒരു ആവശ്യം. അപ്പൊ അതിന്റെ ഒരു ന്യൂസ് പേപ്പർ ഫീഡാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വരുമോ വരില്ലേ, ഉറപ്പില്ലാതെ എങ്ങനെ തയ്യാറെടുക്കും, വിജ്ഞാപനത്തിനും വേണം വാർഷിക കലണ്ടർ. ഓക്കെ, ഇത് ഇന്നത്തെ ഒരു ന്യൂസ് പേപ്പർ ഫീഡായിട്ട് കണ്ടതാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എസ് എസ് സി ആണെങ്കിലും അതേപോലെ യു പി എസ് സി ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, അവർ കൃത്യമായിട്ട് ഈ ആ ഒരു വർഷം ജനുവരിയിലാണ് കലണ്ടർ പബ്ലിഷ് ചെയ്യാം അല്ലെ. അപ്പൊ ജനുവരിയിൽ ആ ഒരു വർഷം ഏതൊക്കെ നോട്ടിഫിക്കേഷൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നും അതുകൂടാണ്ട് അതിന്റെ എക്സാം ഡേറ്റ് എപ്പോഴാണെന്നും ടെന്റേറ്റീവ് ഡേറ്റ് എന്നുള്ള രീതിയിൽ അവർ പബ്ലിഷ് ചെയ്യാറുണ്ട് അല്ലെ. അതേപോലെ എന്ത് ചെയ്യാം, പി എസ് സിക്കും അതേപോലെ ഏതൊക്കെ വിജ്ഞാപനമാണ് അവർ ഈ ഒരു വർഷം പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും അതിന്റെ ഒരു എക്സാം ഡേറ്റും എന്ത് ചെയ്യാം ഓരോ വർഷം തുടങ്ങുന്ന ജനുവരിയിൽ തന്നെ പബ്ലിഷ് ചെയ്യണമെന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുടെ ഒരു ആവശ്യം എന്നുള്ള രീതിയിൽ ഇന്നത്തെ ഒരു ന്യൂസ് പേപ്പർ ഫീഡ് ആയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ എക്സാമിന്റെ കലണ്ടർ എന്ത് ചെയ്യാം, ഇപ്പം ജനുവരിയിൽ ഇപ്പം 2025 എക്സാം കലണ്ടർ എന്ത് ചെയ്യാം 2024 ഡിസംബർ വരെ വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. ഇപ്പൊ ഇന്നിപ്പോ കുറച്ച് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലെ. അതിൽ ഇലക്ട്രിക്കൽ ഒന്നുമില്ല, സിവിലിന്റെ ആണ്. അപ്പോ നോട്ടിഫിക്കേഷന്റെ ആ ഒരു കാറ്റഗറി നമ്പർ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് 2024 ഡിസംബർ വരെ വിളിച്ച നോട്ടിഫിക്കേഷൻ ഒക്കെ എക്സാം കലണ്ടർ ജനുവരി തന്നെ എന്ത് ചെയ്യാം പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ പ്രവർത്തനം എന്ത് ചെയ്യാം പി എസ് സി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒരു പിന്നെ ഇതിൽ പറയുന്നുണ്ട്, നിങ്ങൾ ന്യൂസ് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അപ്പോ അങ്ങനെ ആകുമ്പോൾ എന്താ കൃത്യമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ ഏതൊക്കെ നോട്ടിഫിക്കേഷൻ ആണ് ഈ ഒരു വർഷം വരാൻ വേണ്ടി പോകുന്നില്ല ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോ ഇപ്പം ടെക്നിക്കൽ പി എസ് സിയുടെ കേസിലും ഇപ്പൊ എൽ എസ് ഡി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരാന്നില്ലാരും ചിലപ്പോൾ ധാരണ ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ 1.5 വർഷം കഴിയുമ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇറക്കാറുണ്ട് അവർ പൊതുവെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എൽ എസ് ഡി ഒക്കെ വരേണ്ടതാണ് സിവിലിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ എന്താ പറയുക കൺഫ്യൂഷൻ ഒക്കെ മാറ്റാം. ഇപ്പൊ ജനറൽ പി എസ് സിയുടെ കേസിലാണെങ്കിൽ കെ എസ് അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതിനൊക്കെ എന്ത് ഇതേപോലെ ഇതുണ്ട്, എപ്പോഴാണ് വരിക എന്നുള്ള കാര്യം ഒരു ഉദാഹരണം ഇല്ലാത്ത കുറവ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് വാർഷിക പരീക്ഷാ കലണ്ടർ ഇപ്പം ജനുവരിയിൽ എന്തായാലും 2024 ഡിസംബർ വരെയുള്ള നോട്ടിഫിക്കേഷന്റെ ബേസിലുള്ള 2025 എക്സാം കലണ്ടർ ജനുവരി തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതിന്റെ വർക്ക് അവർ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ 2025 എക്സ്പെക്ട് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ കലണ്ടറും കൂടി എന്ത് വിജ്ഞാപനം കലണ്ടറും കൂടി എന്ത് വന്നു കഴിഞ്ഞാൽ പി എസ് സിക്ക് എന്ത് അത്രയും നല്ലൊരു കാര്യമാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ ഫീഡാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറയാനുള്ളൂ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് എന്ത് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ എന്നാ, താങ്ക് യു.